നീ ഇത് എന്തെടുത്തോണ്ടിരിക്കുക? ഒന്നുമില്ല. ആ, ഈ ഒന്നുമില്ലായ്മയുടെ കാര്യം ഞാൻ ചോദിച്ചേ. ഇന്ന് വർക്കിംഗ് ഡേ അല്ലേ? സാധാരണ ഈ നേരത്ത് സ്കൂളിൽ പോകാൻ വെപ്രാളം കൂട്ടുന്ന നീ ഈ കാപ്പിക്ക് മുന്നിൽ ചടഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ കാരണമാണ് ഞാൻ ചോദിച്ചത്. ഞാൻ കുറച്ചു കഴിഞ്ഞേ പോകുന്നുള്ളൂ. അതെന്താ? കേസിന്റെ കാര്യം അറിയാൻ സ്റ്റേഷനിൽ പോണം. എന്നിട്ടേ സ്കൂളിൽ പോണുള്ളൂ. പണമോ പോയി, ഇനി അത് തിരിച്ചു കിട്ടാനൊന്നും പോകുന്നില്ല. അതിന്റെ പുറകെ കേസും കൊണ്ട് നടന്ന് വെറുതെ ഉള്ള ജോലി കൂടി കളയണ്ട. 4 ലക്ഷം രൂപ അങ്ങനെ വെറുതെ കളയാൻ പറ്റുന്ന തുകയാണോ അമ്മേ? അത് നീ കൊണ്ടുപോയി കളഞ്ഞപ്പോ ആലോചിക്കണായിരുന്നു. അമ്മയുടെ വർത്താനം കേട്ടാ തോന്നും ഞാനത് മനഃപൂർവ്വം എടുത്തോണ്ട് പോയി കളഞ്ഞതാണെന്ന്. മനഃപൂർവ്വം അല്ലായിരിക്കാം, എന്നാലും നിന്റെ ശ്രദ്ധക്കുറവുണ്ടായിട്ടുണ്ടല്ലോ. ഇത്രയും വലിയൊരു തുകയാ കയ്യിലിരിക്കുന്നതെന്ന് ഓർക്കണ്ടേ? ഹാ, ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പോയത് പോയി. എന്തായാലും ഞാനത് വിട്ടുകളയാനൊന്നും പോകുന്നില്ല. ആരാ അതിന്റെ പിന്നിലെന്ന് എനിക്കറിയണം. എന്നിട്ട് വേണം നിനക്ക് അതിന്റെ പേരിൽ അടുത്ത ഗുലുമാൽ ഒപ്പിക്കാൻ. നീ എഴുന്നിട്ട് സ്കൂളിൽ പോകാൻ നോക്കുവേണേ. അമ്മേ, ആ ശ്രീറാം സാറിന്റെ പണം കൊടുക്കണ്ടേ അമ്മേ? കൊടുക്കണം. പക്ഷെ അതിന് പണം എവിടെ? നിന്റെ കയ്യിലുണ്ടോ? ഉണ്ടെങ്കി കൊടുത്തേക്ക്. എന്റെ കയ്യിൽ എവിടുന്ന അമ്മേ? അമ്മ എന്താ ഒന്നും അറിയാത്ത പോലെ സംസാരിക്കുന്നത്? പണമില്ലെങ്കിൽ പിന്നെ മിണ്ടാതിരിക്കേ. ആ പണം കൊടുക്കാൻ എന്താ വഴിയെന്നല്ലേ ആലോചിക്കുന്നേ? അച്ഛനെവിടെ? ദേ, നീ ഇനി ഇതും പറഞ്ഞോണ്ടി എന്ന് അച്ഛന്റെ മനസ്സമാധാനം കളയണ്ട. ഇപ്പൊ തന്നെ ജോലി പോയതിന്റെ വിഷമത്തിൽ നടക്കുക. അതിനിടയില് നീ ഇതും കൂടി പറഞ്ഞ പിന്നെ ആദ്യം പിടിക്കാൻ വേറൊന്നും വേണ്ട. എന്ന് കരുതി ആ 4 ലക്ഷം കൊടുക്കാതിരിക്കാൻ പറ്റുമോ? അമ്മയ്ക്ക് എന്താ ഒരു ചൂടില്ലാത്തെ? ഞാൻ ചൂടായിട്ട് എന്താ കാര്യം? അടുക്കളയിലെ നോട്ട് കെട്ട് ഞാൻ ഇങ്ങനെ അടുക്കി അടുക്കി വെച്ചിരിക്കുക. നീ വേണമെങ്കിൽ അതിൽ നിന്ന് വേണ്ടത്ര എടുത്തോണ്ട് പോയി കൊടുക്ക്. എനിക്ക് ഒരു വിരോധമില്ല. അമ്മയുടെ കയ്യിലുണ്ടെന്നല്ല, ആ പണം കൊടുക്കാൻ ഒരു വഴി കണ്ടെത്തണമല്ലോ എന്ന് പറഞ്ഞതാ. അത് കൊടുക്കല്ലേ? ഇടിപെടിന്ന് പണം ഉണ്ടാക്കണമെന്ന് പറഞ്ഞ അത് നടക്കുവോ? ചെറിയ തുകയൊന്നും അല്ലല്ലോ. വലിയ തുകയായതുകൊണ്ടാ വിഷമം. നീ തിരക്ക് കൂട്ടാതെ സാവധാനം തിരിച്ചു കൊടുത്താൽ മതിയെന്ന് ശ്രീസാറ് തന്നെ പറഞ്ഞല്ലേ. പിന്നെ നീ എന്തിനാ വെപ്രാളപ്പെടുന്നത്? എന്നാലും എനിക്കൊരു മടി. ആ കടം എത്രയും പെട്ടെന്ന് വീട്ടണമെന്നൊരു തോന്നല്. തോന്നിയതുകൊണ്ട് മാത്രം കാര്യമായില്ലല്ലോ. പണത്തിന് പണം വേണ്ടേ? നീ ഇങ്ങനെ തല പുകച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. എഴുന്നേറ്റ് കുളിച്ചൊരുങ്ങി സ്കൂളിൽ പോവാൻ നോക്ക്.